എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ന്യൂസിലൻഡ് സ്റ്റുഡൻറ്റ് വിസ സംബന്ധിച്ച കുറച്ച് അപ്ഡേറ്റ്സ് ആട്ടോ. അപ്പം ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ന്യൂസിലൻഡ് സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസിൽ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഏകദേശം 40% റിജക്ഷൻ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ. അതായത് ന്യൂസിലാൻഡ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ അനുസരിച്ചിട്ടാണ് ഈ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അപ്പം ജാനുവരി 2024 മുതൽ ഏപ്രിൽ 2024 വരെ ഏകദേശം 5000 ചില്ലുവാനം ആപ്ലിക്കേഷൻസോളം ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് ഇവർ കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഏകദേശം ഒരു 40%, അതായത് 2000-ഓളം ആപ്ലിക്കേഷൻസ് ഇവർ റിജക്റ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. അപ്പം ഇതൊരു ഷോക്കിംഗ് നമ്പറാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ന്യൂസിലാൻഡ് സ്റ്റുഡൻറ്റ് വിസ നോക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഓസ്ട്രേലിയക്കൊക്കെ റിജക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് റീഅപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് പലപ്പോഴും പലരും ഇപ്പം ന്യൂസിലാൻഡ് നോക്കാറുണ്ട്. അപ്പം ഈ ഒരു വാർത്ത അത്ര വലിയൊരു നല്ലൊരു വാർത്തയല്ല ശരിക്കും. അപ്പോൾ ഈവൻ ന്യൂസിലാൻഡ് യൂണിവേഴ്സിറ്റീസും ഇതിനെതിരെ ഒരു കൺസേൺ റേസ് ചെയ്തിട്ടുണ്ട്. കാരണം ന്യൂസിലാൻഡ് യൂണിവേഴ്സിറ്റീസിൽ അവരുടെ ഏറ്റവും വലിയ ഒരു ഇൻകം സോഴ്സാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. അപ്പം യൂണിവേഴ്സിറ്റീസ് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കിട്ടുന്ന ഫീസ് ഇല്ലാതെ പറ്റില്ല. ആൻഡ് ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂസിലാൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിലെ ഒരു മേജർ പാർട്ടുമാണ്. അപ്പം ഇത്രയധികം സ്റ്റുഡൻറ്റ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്ന റവന്യൂവിൽ നല്ല കുറവുണ്ടാകും. സോ ബേസിക്കലി ഈവൻ ന്യൂസിലാൻഡിലെ യൂണിവേഴ്സിറ്റീസും അവിടുത്തെ ടെർഷറി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു കാര്യത്തിൽ കൺസേൺ ഓൾറെഡി റേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ന്യൂസിലാൻഡിലെ ഈ സമ്പദ് വ്യവസ്ഥയിലും ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വലിയ കോൺട്രിബ്യൂഷനാണ് നൽകുന്നത്. അവിടുത്തെ മേ ബി ടോപ്പ് 7 ഇൻഡസ്ട്രീസിലൊന്നാണ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇവരുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രീസ് വിറ്റ് കിട്ടുന്ന ആ പൈസ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡിലേക്ക് ഫോറിൻ മണി പമ്പ് ചെയ്യുകയാണ്. സോ അതും ഒരു വലിയ കൺസേൺ, കാരണം ഈ ഒരു സെക്ടറിൽ നിൽക്കുന്ന ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂസിലാൻഡ് സ്റ്റുഡൻറ്റ് വിസ റിജക്ഷൻ്റെ ഏറ്റവും വലിയൊരു മേജർ കോസ് ഫണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് കാണിക്കുന്നതിനകത്തുള്ള അപര്യാപ്തതയാണ്. ഈ ന്യൂസിലാൻഡ് സ്റ്റുഡൻറ്റ് വിസയിൽ നമുക്കൊരു വലിയ പ്രശ്നം അത് തന്നെയാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ന്യൂസിലാൻഡ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നമ്മൾ ഫണ്ട് കാണിക്കുമ്പോൾ കോഴ്സ് എൻ്റെ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സിലേക്കുള്ള ഫീസും ലിവിങ് എക്സ്പെൻസും കാണിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3 ഇയർ ഉള്ളൊരു ഡിഗ്രി കോഴ്സിന് ന്യൂസിലാൻഡിൽ പോകുന്നൊരു സ്റ്റുഡൻറ്റിന് ആ ഒരു 3 കൊല്ലത്തെ ഫീസും അതിൻ്റെ കൂടെ തന്നെ 3 കൊല്ലത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ടായി. അപ്പോൾ നമ്മളായിരുന്നു തന്നെ അങ്ങനെ ബാങ്കിൽ ഇങ്ങനെ പൈസ ഇട്ട് വെക്കുന്ന ഒരു ആളുകളല്ല, എല്ലാം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളാണ്. അപ്പം ഈ ഓസ്ട്രേലിയൻ കാനഡയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും 1 ഇയർ ലിവിങ് എക്സ്പെൻസും 1 ഇയർ ഫീസും കാണിച്ചു തന്നാൽ സ്റ്റുഡൻറ്റ് വിസ അപ്രൂവ് ആകും. പിന്നെ ബാക്കിയുള്ള ഫീസ് നമുക്ക് അടയ്ക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഏകദേശം ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ആരുടെയെങ്കിലൊക്കെ ഇൻകമോ അല്ലെങ്കിൽ നമ്മുടെ അതൊക്കെ നമ്മൾ ഉണ്ട്, അല്ലെങ്കിൽ അസറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വിസ അപ്രൂവ് ആയി കിട്ടും. പക്ഷേ ന്യൂസിലാൻഡ് അങ്ങനെയല്ല, അപ്പ് ഫ്രണ്ട് ആയിട്ട് അവർക്ക് ഫുൾ പൈസ കാണണം. അപ്പം ഇതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ആരും തന്നെ അങ്ങ് അത്രയ്ക്കും ഹ്യൂജ് എമൗണ്ട് അത്രയും എന്താ പറയുക, വെൽ ഓഫ് ആയ ആളുകളല്ലാതെ ആളുകൾക്ക് ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നഴ്സിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നഴ്സിങ്ങിൽ 3 കൊല്ലത്തെ ഫീസും 3 കൊല്ലത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 75-80 ലക്ഷം രൂപയൊക്കെ ഒരുമിച്ച് കാണിക്കേണ്ടി വരും. മാത്രമല്ല അത്രയും ലോൺ കിട്ടാനുള്ള അവസ്ഥയും പലപ്പോഴും ഉണ്ടാവില്ല. 80 ലക്ഷമൊന്നും ലോൺ അത്രയും അല്ലെങ്കിൽ മാസീവായിട്ടുള്ള പ്രോപ്പർട്ടി ഹോൾഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും പൈസ ഫണ്ട് കിട്ടുള്ളൂ. സോ ബേസിക്കലി ഈ ന്യൂസിലാൻഡ് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്ന സംഭവം കുറച്ച് ബുദ്ധിമുട്ടാണ്. റിജക്ഷൻ റേറ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഫണ്ടിങ് ഏരിയ ശരിക്കും ശ്രദ്ധിക്കുക. കാരണം അത് അത് പ്രൂവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ആ ഫണ്ട് മെയിൻറ്റെയിൻഡ് ആയിട്ട് ഉള്ള ഫണ്ടാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറൊരു കാര്യമുണ്ട്, പണ്ടത്തെ അപേക്ഷിച്ച് ഇങ്ങനത്തെ ഈ ഒരു റൂളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ നമ്പേഴ്സിൽ കുറവുണ്ട് ന്യൂസിലാൻഡിൽ കേട്ടോ. അത് മാത്രമല്ല, ഇപ്പം അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റീസ്, ഏജൻസ്, അങ്ങനെയുള്ള ആളുകളും ഇതിനെതിരെ ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതായത് ഈ ഫണ്ടിങ്ങിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ മാറ്റണം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റുഡൻസിന് ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഇയർ ലിവിങ് എക്സ്പെൻസും പിന്നെ ബാക്കിയുള്ള കേപ്പബിലിറ്റി കാണിച്ചാൽ മതി എന്ന രീതിയിലാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും എന്നുള്ള രീതിയിൽ അങ്ങനെ ചേഞ്ചസ് വരുത്തണമെന്ന് യൂണിവേഴ്സിറ്റീസും ഹയർ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീസിലുള്ള മേജർ ഏജൻസും ഇമിഗ്രേഷൻ ഏജൻസും ഒക്കെ
പറയുന്നുണ്ട് കേട്ടോ. സോ ബേസിക്കലി എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ന്യൂസിലൻഡ് സ്റ്റുഡൻറ്റ് വിസ എന്ന കാര്യം. അപ്പം എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്ഡേറ്റ്സ് തരുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ന്യൂസിലൻഡ് സ്റ്റുഡൻറ്റ് വിസ നോക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് വരെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.